നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും ഒരു ടി വി ബോക്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക. ടി വി ബോക്സുകൾ ഏതൊക്കെ തരത്തിലുണ്ട്, ഏതായിരിക്കും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ടി വി ബോക്സ്, എന്താണ് ടി വി ബോക്സ് എന്നെല്ലാം വിശദീകരിക്കുന്ന വീഡിയോ ആണിത്. ഇന്നിറങ്ങുന്ന മിക്കവാറും എല്ലാ ടി വികളും ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ടി വി തന്നെയാണ്. എന്നിരുന്നാലും ഇത് കാണുന്ന മിക്കവാറും ആളുകൾക്കൊരു സംശയം തോന്നാം, എനിക്കൊരു സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ പിന്നെ ഒരു സ്ട്രീമിംഗ് ഡിവൈസായ ടി വി ബോക്സിൻ്റെ ആവശ്യമുണ്ടെന്ന്. അതിനുള്ള ഉത്തരം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ടി വി ബോക്സ് എന്താണെന്ന് ഇത് കാണുന്ന മിക്കവർക്കും അറിയുന്നുണ്ടായിരിക്കും, എങ്കിലും അറിയാത്തവരും കാണുമെന്നതിനാൽ നമുക്ക് വളരെ ചുരുക്കി അതെന്താണെന്ന് പറയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈലിലാണെങ്കിൽ ആ ആൻഡ്രോയിഡ് മൊബൈലിന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതാണ് ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് OS. ഇനി അത് ഐഫോണിലാണെങ്കിലോ ആപ്പിളിൻ്റെ മൊബൈലിന് വേണ്ടിയുള്ള OSലായിരിക്കും വർക്ക് ചെയ്യുക. ഇതുപോലെ ടി വികൾക്കുമുണ്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് പക്ഷേ മൊബൈലിനേക്കാൾ കൂടുതൽ വിപുലമാണ്. വ്യത്യസ്ത ടി വി കമ്പനികൾ വ്യത്യസ്ത OSകൾ ഉപയോഗിക്കുന്നു. അതിനെപ്പറ്റി തുടർന്ന് പറയാവുന്നതാണ്. തൽക്കാലം നമുക്ക് ആൻഡ്രോയിഡ് ടി വി ബോക്സ് തന്നെ ഉദാഹരണമായി എടുക്കാം. ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ടി വികൾക്കുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ടി വി. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി മോഡേണായ വേർഷനാണ് ഗൂഗിൾ ടി വി. ആൻഡ്രോയിഡ് തന്നെ രൂപമാറ്റം വരുത്തിയാണ് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക്. ആപ്പിൾ ടി വി എന്ന് പറയുന്നത് ആപ്പിൾ കമ്പനി നിർമ്മിച്ച ടി വി OS ആണ്. കൂടാതെ വിദേശത്ത് വളരെ പോപ്പുലറായ റോക്കു ടി വിയുമുണ്ട്. ടി വി OSകളെക്കുറിച്ച് നമ്മൾ വിശദമായി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി അത് കണ്ടതിന് ശേഷം ഇത് കാണുക, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇനി ആർക്കാണ് ഒരു ടി വി ബോക്സ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലെ നിങ്ങളുടെ ടി വിയിൽ ഏതൊക്കെ ഫീച്ചറുകളാണുള്ളത്, ഇനി ഏതൊക്കെ ഫീച്ചറുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. ധാരാളം സ്മാർട്ട് ടി വികൾ ഇപ്പോൾ കാണുന്ന ബേസിക്കായ എല്ലാ ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി സ്ക്രീൻ മിററിംഗ്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് എന്നിവയ്ക്കൊക്കെയുള്ള ഡെഡിക്കേറ്റഡ് കീകൾ, വോയിസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയവ. എല്ലാ സ്മാർട്ട് ടി വി കമ്പനികളും ഒരേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു ടി വി ബോക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യകതയും. ഇനി പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് സ്മാർട്ട് ടി വികളിൽ ഇപ്പോൾ നിലവിലുള്ളത്. റോക്കു, ആമസോൺ ഫയർ, സ്മാർട്ട് കാസ്റ്റ്, വിഡ യു, മൈ ഹോം സ്ക്രീൻ, വെബ് OS, ടൈസൺ എന്നിവയൊക്കെ. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ ഉണ്ട്. എങ്കിലും ആൻഡ്രോയിഡ് തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ ടി വി ആൻഡ്രോയിഡ് ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങളുടെ ടി വിയിലെ സെറ്റിങ്സിൽ പോയി അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ നോക്കിയാൽ വളരെ സിമ്പിളായി ഇത് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഏത് സോഫ്റ്റ്വെയർ വെർഷനാണ് എന്നൊക്കെ ഇതിൽ മനസ്സിലാക്കാം. നിങ്ങളുടെ ടി വി ആൻഡ്രോയിഡ് ആണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും പ്ലേ സ്റ്റോറും അതിലുണ്ടായിരിക്കും. ആൻഡ്രോയിഡ് ഒരു ഓപ്പൺ സോഴ്സ് ആയതിനാൽ തന്നെ അനവധി പ്രീ ലോഡഡ് ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ടി വിയിൽ ലഭ്യമായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകം ഒരു സ്മാർട്ട് ടി വി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും അതിൽ ലഭ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ടി വിയുടെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു ടി വി ബോക്സ് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈലിലെ പോലെ തന്നെ വളരെ ഈസിയായ ഒരു ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടി വി ഒരു സ്മാർട്ട് അല്ലെങ്കിലോ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു സ്മാർട്ട് അല്ലാത്ത ടി വി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് അല്ലെങ്കിൽ ഒരു ഫയർ സ്റ്റിക്ക് എടുക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ടി വി ഒരു വലിയ ഹൈ എൻഡ് മോഡലാണെന്ന് കരുതുക. അതായത് HLG, ഡോൾബി വിഷൻ, HDR 10+ എന്നിങ്ങനെയുള്ള വിവിധ ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ അല്ലെങ്കിൽ ടി വി ബോക്സിന് ഈ പറയുന്ന വീഡിയോ ഫോർമാറ്റുകൾ ഔട്ട്പുട്ട് തരാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും എല്ലാം ലഭ്യമാണ്. ഇത്തരം ബോക്സുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടി വിയിൽ ഒരു HDMI പോർട്ട് ആവശ്യമാണ്. പഴയ ടി വികളിൽ HDMI ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ ടി വിയിൽ HDMI പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളൊരു HDMI to AV കൺവെർട്ടർ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ആമസോൺ വഴി വാങ്ങാവുന്ന 2 HDMI കൺവെർട്ടറുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളുടെ ടി വിയിൽ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ 7 ദിവസത്തിനകം റിട്ടേൺ ചെയ്യാവുന്നതാണ്. ഇത് വർക്കാവുന്നുണ്ടെങ്കിൽ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും. ഇനി നല്ലൊരു ടി വി ബോക്സ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാം. എല്ലാ ടി വി ബോക്സിൻ്റെയും പ്രധാന ഘടകമെന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സറാണ്. ഒരു നല്ല പ്രോസസ്സർ നിങ്ങളുടെ ഡിവൈസിൻ്റെ സ്പീഡിനെ ഒരുപാട് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ മിനിമം ഒരു 5 GHz മുകളിലുള്ള ക്വാഡ് കോർ പ്രോസസ്സറെങ്കിലും തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ 2-5 വർഷം കഴിഞ്ഞ് കാണുന്നതാണെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം പഴയ ഒരു ടെക്നോളജിയായി തോന്നിയേക്കാം. അടുത്താണ് സ്റ്റോറേജ് സ്പേസ്. പെർഫോമൻസിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് സ്റ്റോറേജ് സ്പേസ്.
ഗെയിമർമാർക്ക് കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ്. മിനിമം ഒരു 8 GB എങ്കിലും സ്റ്റോറേജ് സ്പേസുള്ള ആൻഡ്രോയിഡ് ബോക്സ് തന്നെ തിരഞ്ഞെടുക്കുക. അടുത്തതാണ് കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റായ എല്ലാ കണക്ടിവിറ്റിയുമുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ബ്ലൂടൂത്ത് 5.0, വൈഫൈ ഡ്യുവൽ ബാൻഡ്, കൂടാതെ USB, LAN കണക്ഷൻ, ഓഡിയോ ഔട്ട്, HDMI തുടങ്ങിയവ. അടുത്താണ് റാം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. കൂടുതൽ റാം കൂടുതൽ ടാസ്കുകൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. 1 GB റാമിന് മുകളിലുള്ളത് മാത്രം എടുക്കുക. അടുത്താണ് OS വേർഷൻ. ഏറ്റവും ലേറ്റസ്റ്റായ വേർഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്ഡേറ്റ് വഴി നമുക്ക് പുതിയ വേർഷനുകളിലേക്ക് മാറാമെങ്കിലും കഴിവതും പുതിയ ലേറ്റസ്റ്റായ വേർഷൻ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വാറണ്ടിയും പ്രൈസും നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. വാറണ്ടി ഇപ്പോൾ ഒട്ടുമിക്ക ഡിവൈസുകൾക്കും 1 വർഷം കൊടുക്കുന്നുണ്ട്. പിന്നീടുള്ളതാണ് ഡെഡിക്കേറ്റഡ് കീകൾ. വ്യത്യസ്ത കമ്പനികളുടെ റിമോട്ടിൽ വ്യത്യസ്ത ഡെഡിക്കേറ്റഡ് കീകളാണ് കൊടുക്കുന്നത്. ഡെഡിക്കേറ്റഡ് കീകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമുകൾ. നിങ്ങൾ ഹോട്ട്സ്റ്റാറാണ് അധികം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കീ സെപ്പറേറ്റായി റിമോട്ടിലുണ്ടോ എന്ന് നോക്കുക. ചിലർ കൂടുതലായി നെറ്റ്ഫ്ലിക്സ് കാണുന്നവരുണ്ടാവും. അത്തരക്കാർക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് കീ റിമോട്ടിലുണ്ടോ എന്ന് നോക്കുക. അടുത്താണ് സപ്പോർട്ടിംഗ് ഫോർമാറ്റ്സ്. നിങ്ങളുടെ കയ്യിൽ ഒരു ഹൈ എൻഡ് മോഡൽ TV ആണ് ഉള്ളതെന്ന് കരുതുക. എങ്കിൽ മാത്രമേ നിങ്ങൾ വില കൂടിയ ഒരു TV ബോക്സ് വാങ്ങിയിട്ട് കാര്യമുള്ളൂ. ഒരു 4K അല്ലാത്ത TVയിൽ നിങ്ങൾ 4K ആൻഡ്രോയിഡ് ബോക്സ് വെച്ച് ഒരു പ്രയോജനവുമില്ല. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഹോം തിയേറ്റർ സാധാരണ 5.1 അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാ ഹോം തിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഡോൾബി അറ്റ്മോസ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഡിവൈസ് വാങ്ങി ഇതിൽ യാതൊരുവിധ പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഡിവൈസുകൾക്കനുസരിച്ച് നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് ബോക്സ് തിരഞ്ഞെടുക്കുക. കൂടുതൽ ഓപ്ഷനുകൾ വില വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ കാറ്റഗറിയിലെ പ്രധാന പ്ലെയർമാരായ MI ബോക്സ്, ആമസോൺ ഫയർ സ്റ്റിക്ക് തുടങ്ങിയ ബ്രാൻഡുകൾക്ക് പുറമെ നോക്കിയ, മോട്ടോറോള, റിയൽമി എന്നീ കമ്പനികളും നിലവിലുണ്ട്. ഇതുകൂടാതെ വിദേശികളായ ആപ്പിൾ TV ബോക്സ്, NVIDIA പ്ലെയർ, റോക്കു തുടങ്ങിയവയുമുണ്ട്. ഗെയിമർമാരാണ് NVIDIA പ്ലെയർ TV ബോക്സ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ആമസോണിലും ലോക്കൽ മാർക്കറ്റിലുമെല്ലാം വില കുറഞ്ഞ ആൻഡ്രോയിഡ് TV ബോക്സുകൾ ലഭ്യമാണല്ലോ എന്ന്. ഇത്തരത്തിലുള്ള TV ബോക്സുകളുടെ കോൺഫിഗറേഷൻ വലുതായി കാണിക്കുമെങ്കിലും വലിയ പെർഫോമൻസ് തരാൻ കഴിയുകയില്ല. ബഡ്ജറ്റ് നിങ്ങൾക്കൊരു പ്രശ്നമാണെങ്കിൽ OLXൽ തപ്പിയാൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല TV ബോക്സുകൾ ലഭിക്കും. ഇനി അതുമല്ല നിങ്ങളുടെ വീട്ടിലെ DTH കണക്ഷൻ ഒരു ടാറ്റ സ്കൈയോ എയർടെലോ ആണെങ്കിൽ നിങ്ങളുടെ നിലവിലെ സെറ്റപ്പ് ബോക്സ് ആൻഡ്രോയിഡ് ഇൻ്റർഫേസുള്ള സെറ്റപ്പ് ബോക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം എല്ലാം ഡെഡിക്കേറ്റഡ് കീ ആയി ലഭിക്കുന്നതാണ്. കൂടാതെ ഗൂഗിൾ അസിസ്റ്റൻറ്റും കിട്ടും. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 TV ബോക്സുകൾ പറയാം. ഇതിലൊന്നാണ് MI ബോക്സ്. ഏതൊരു സാധാരണക്കാരനും ഈസിയായി ഉപയോഗിക്കാവുന്നതും ആൻഡ്രോയിഡ് ഇൻ്റർഫേസിലുള്ള വളരെ സ്മൂത്തായി വർക്ക് ചെയ്യുന്ന ഒരു TV ബോക്സാണിത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മൊത്തം വളരെയധികം ഫേമസ് ആയ നല്ലൊരു TV ബോക്സാണ്. അടുത്തതാണ് ആമസോൺ ഫയർ സ്റ്റിക്ക്. ആമസോൺ ഫയർ സ്റ്റിക്ക് വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ജനറേഷനാണെന്ന് നോക്കുക. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയത് ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് 4K മാക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അതിഗംഭീരമായ ഡോൾബി അറ്റ്മോസ് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന നിങ്ങൾക്ക് ആവശ്യം ഒരു ബേസിക്കായ ആൻഡ്രോയിഡ് ഇൻ്റർഫേസ് ആണ് എങ്കിൽ MI ബോക്സുമായി. ഇനി അതല്ല നിങ്ങളുടെ കയ്യിലെ TV ഒരു ഹൈ എൻഡ് മോഡലാണ്, നിങ്ങൾക്ക് അതീവ പിക്ചർ ക്ലാരിറ്റി ആവശ്യമാണ്, ഡോൾബി അറ്റ്മോസ് പോലുള്ള ഗംഭീര സൗണ്ടുകൾ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്തു തരാൻ കഴിയുന്ന ഒരു TV ബോക്സാണ് ആവശ്യമെങ്കിൽ തീർച്ചയായും ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് 4K മാക്സിലേക്ക് പോവുക. TV ബോക്സുകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി സജഷനായി പോകുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ ആരെങ്കിലും TV ബോക്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അവർക്ക് ഇത് സജസ്റ്റ് ആയി പോകുന്നതാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.